രാക്കനവിലെ നിലാകവിതയോ നീ, ഈ പകലിലെ പോക്കുവെയിലോ നീ, പിടഞ്ഞുണരും കനൽമിഴിയോ പതഞ്ഞുയരും കടൽ തിരയോ. അരുൺ തോമസിനെ വീട്ടിലേക്ക് വിളിക്കുന്ന ലില്ലിക്കുട്ടിയമ്മച്ചി. അരുൺ തോമസിനെ കൊണ്ട് ശ്രുതിയെ കല്യാണം കഴിപ്പിക്കുന്ന കാര്യം ചർച്ച ചെയ്യുന്ന ലില്ലിക്കുട്ടിയും സിറിളും. അവിടേക്ക് വരുന്ന അരുൺ തോമസ് സിറിലിനെ കണ്ടു ഞെട്ടുന്നു. അരുൺ തോമസിനോട് കല്യാണക്കാര്യം പറയുന്ന ലില്ലിക്കുട്ടി. ശ്രുതിയുടെ വീട്ടുകാർക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ലെന്നും അതുകൊണ്ട് ഈ കല്യാണം നടക്കില്ലെന്നും പറയുന്ന അരുൺ തോമസ്. അത് കേട്ട് വിഷമിക്കുന്ന ലില്ലിക്കുട്ടി. ഒടുവിൽ സിറിൽ അരുൺ തോമസിനോട് സംസാരിക്കുന്നു. അവർ തമ്മിൽ കയ്യാങ്കളിയാകുന്നു. അരുൺ തോമസ് കല്യാണത്തിന് സമ്മതിച്ച കാര്യം ലില്ലിക്കുട്ടിയോട് പറയുന്ന സിറിൽ. ഷെയറിന്റെ കാര്യം അച്ഛനോട് സംസാരിക്കാൻ പറയുന്ന ജയസുധ. ഇനി തുടർന്ന് കാണുക. എന്റെ പൊടിമോൻ, സൗദേ മോനെ രവിയെ, എല്ലാരേക്ക് വാ. വരുന്നു സൗദേ. എന്താ പിള്ളച്ചേട്ടാ? എന്റെ ഈ രണ്ടാമത്തെ പുത്രന് എന്നോടെന്തോ സംസാരിക്കണമെന്ന്. അവനിവിടെ വന്നിട്ട് 4-5 മാസം കഴിഞ്ഞു. അതിനിടയിലൊന്നും എന്നോട് സംസാരിക്കണമെന്ന് തോന്നിയില്ല. ഇപ്പൊ കഴുത്തിലൊരുത്തി വന്ന് തൂക്കിയപ്പോ സംസാരിക്കണമെന്ന്. എന്നാ പിന്നെ ഏട്ടനെയും ഏട്ടത്തിയെയും സൗദയും ഒക്കെ വിളിക്കാമെന്ന് കരുതി. എടാ മോനെ രവിയെ, മോളെ തബിതേ, മോളെ ഇങ്ങോട്ടൊന്ന് വന്നേ, വാ ഇങ്ങോട്ട്. എല്ലാരും ഒന്ന് വേഗം വാ. എന്റെ മോന് എന്നോടെന്തോ പറയാനുണ്ടെന്ന്. അതൊക്കെ എന്തിനാ? പൊടിമോന് പിള്ളച്ചേട്ടനോട് എന്തെങ്കിലും പറയാൻ കാണും. അതിനെന്തിനാ മറ്റുള്ളവരെ വിളിക്കുന്നേ? കാര്യം ഉണ്ട് സൗദേ. കാള വാല് പൊക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് വേണം. ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേ ഞാൻ എന്തെങ്കിലും പറയുമ്പം എനിക്ക് ഭ്രാന്താണെന്ന് ദാ ഇവൻ പറയും. ഒരിക്കൽ എന്നെ ഈ മുറിക്കകത്ത് പൂട്ടിയവനാ എന്റെ ഈ പൊന്നുമോൻ. ഇവൻ എന്നോടെന്തോ പറയാനുണ്ടെന്ന്. എങ്കിലത് എല്ലാരും കൂടെ കേൾക്കാനുള്ളതാ. എന്റെ പൊടിമോന്റെ വാവഴി വല്ലപ്പോഴും സംഭവിക്കുന്ന അത്ഭുതങ്ങളാ. എല്ലാരും കേൾക്കട്ടെ, അവന് പറയാനുള്ളത് കേൾക്കട്ടെ. പറയുന്നതല്ല, പറയിപ്പിക്കുന്നതാണെന്ന് എനിക്കറിയാം. പൊടിമോനെ, പൊന്നുമോനെ, ഒഴിഞ്ഞാട്ട്, പൊന്നുമോൻ പറഞ്ഞാട്ട്. ഞാനെല്ലാം രവിയേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. രവിയേട്ടനെ അറിയാല്ല. എന്നോട് പറയാനുള്ളത് രവിയോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഉണ്ടോടാ രവി? ഉണ്ടോ? അത് അച്ഛാ, പിന്നെ അത് പൊടിമോനൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി പറയണ്ട. എനിക്കിത് ഇവന്റെ വായിന്ന് കേൾക്കണം. മോൻ പറയട്ടെ. വാടാ മക്കളെ, വാ, അങ്ങോട്ടിരിക്കാം. ഇങ്ങോട്ടിരിക്കേ, ഇരുന്നാട്ട് ഇരിക്കടാ മോനെ. മോനെ രവി, ഇങ്ങോട്ടിരിക്കേ, ഇരിക്കും മോനെ. ഒരു ചർച്ചയായിക്കോട്ടെ. സൗദേ, കുറച്ച് ചായ ഇങ്ങെടുത്തു ചെല്ലേ. മോളെ, മോളും വാ, മോളും വന്നവിടെ ഇരിക്കേ. ഞാനിവിടെ നിന്നോളാം. നീയല്ലയോ ഇപ്പോഴത്തെ ഇവിടുത്തെ ഗ്രഹനാഥ. അങ്ങനങ്ങ് നിന്നാലോ? വാ മോളെ, മോളെ.
പറഞ്ഞാട്ട്. പറഞ്ഞു. എൻ്റെ ബിസിനസ്സിന് എനിക്ക് കുറച്ച് ഫണ്ട് വേണം. സോ നമ്മുടെ പ്രോപ്പർട്ടി ഒന്ന് ഷെയർ ചെയ്ത് തന്നിരുന്നെങ്കിൽ. ഇതാണ് നിന്റെ വായിന്ന് തന്നെ കേൾക്കണമെന്ന് ഞാൻ പറഞ്ഞത്. നിനക്ക് വീതം വേണം, അതല്ലേ ചുരുക്കം? അത് എനിക്കത് കിട്ടിയാലേ പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. കുറെ തുക ജയസുധയുടെ ചേട്ടൻ ഇൻവെസ്റ്റ് ചെയ്യും, ബാക്കി ഞാനും. കുടുംബം വെട്ടിമുറിച്ച് നീ നിന്റെ കാര്യം മാത്രം നോക്കി പോവാണില്ലേ? ബന്ധങ്ങളും സ്വന്തങ്ങളും ഒന്നും നിനക്ക് പണ്ടേ ഇല്ലല്ലോ. അന്നേരത്തെ കാര്യസാധ്യത അതുമാത്രമാ നിന്റെ ലക്ഷ്യം. ഈ കിഴവൻ ഇനി സ്വത്തൊന്നും വേണ്ട. പണ്ടും ഈ സ്വത്തുക്കളോടൊന്നും എനിക്ക് ആർത്തിയില്ല. നിന്റെ അമ്മ മരിച്ചപ്പം ജീവിതം അവസാനിപ്പിക്കാൻ കരുതിയതാ. മാവേലിക്കരയിലെ തറവാടിന്റെ കഴുക്കോലിനിടയിൽ ചുരുട്ടിവെച്ച ഒരു മുഴം കയറ്, ദ്രവിച്ച കയറ് ഇപ്പോഴും കാണും അവിടെ. അന്നത് ചെയ്യാതിരുന്നത് നിങ്ങളുടെയൊക്കെ മുഖം ഓർത്തിട്ട. ഇന്നും എനിക്ക് ആ മണ്ണിൽ 6 അടി നീളം മതി. ബാക്കിയെല്ലാം ഞാൻ തരാം. പക്ഷേ അതിപ്പോഴല്ല. പിന്നെ എപ്പോഴാ? എന്റെ കാലശേഷം. അച്ഛന്റെ കാലശേഷം എനിക്കത് കിട്ടിയിട്ട് എന്തിനാ? ഇത് തന്നെയല്ലേ രവിയേട്ടൻ പറഞ്ഞത്? ദേ, ഇതൊന്നും നടക്കില്ല. രവിയേട്ട, അച്ഛനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. എനിക്ക് അത്യാവശ്യമുണ്ട്. പൊടിമോനെ, നീ ഒന്ന് സമാധാനപ്പെട്. അച്ഛന് കാര്യങ്ങളൊക്കെ അറിയാവുന്നതല്ലേ? എന്റെ സ്വത്തുക്കൾ 2 വീതിച്ച് 2 മക്കൾക്കും തരാം. മാവേലിക്കരയിലെ തറവാടും 3 ഏക്കർ സ്ഥലവും രവിക്കും. ബാക്കി 2.5 ഏക്കറിൽ 2 ഏക്കർ നിനക്കും. ബാക്കി എന്റെ പേരിലും കിടക്കട്ടെ. ഇവിടെയും അതുപോലെ തന്നെ വീടും പകുതി സ്ഥലം നിനക്കും, ബാക്കി രവിക്കും. പിന്നെ ചെങ്ങന്നൂരുള്ള അമ്മയുടെ സ്വത്ത് അതങ്ങനെ തന്നെ കിടന്നോട്ട്. ഇത് എന്ത് വീതം വെക്കല അച്ഛാ? ഇതൊന്നും ശരിയാവില്ല. മാവേലിക്കരയിലെ ആ വീടും മെയിൻ റോഡ് ഫ്രണ്ടേജും എനിക്ക് വേണം. ഞാൻ അത് കണ്ട ഓരോന്നും പ്ലാൻ ചെയ്തിരിക്കുന്നേ. ഈ വീട് വേണമെങ്കിൽ രവിയേട്ടനെടുത്തോട്ടെ. പിന്നെ പിന്നെ അമ്മയുടെ പ്ലോട്ട് വിൽപ്പിക്കണം. വേറെ ഉണ്ടല്ലോ വീതിക്കാൻ. രവിയേട്ടനല്ലോ ഇപ്പൊ കാശിന് ആവശ്യമൊക്കെ. എനിക്കല്ലേ? അപ്പോ നിന്റെ മനസ്സിലിരിപ്പ് ഇത് മൊത്തം നിനക്ക് വേണം. കണ്ണായതല്ല. എന്തിനാ? വിറ്റു തൊലയ്ക്കാനല്ലേ? അല്ലേ? നിനക്കെന്താടാ രവി അഭിപ്രായം? എന്താടാ? എനിക്കതൊന്നും വേണ്ട അച്ഛാ. ഞാനിതൊക്കെ വാരി പിടിച്ചിട്ട് ആർക്ക് കൊടുക്കാനാ? ഞങ്ങൾക്ക് 2 പേർക്കും ഒരു പിടി മണ്ണ് മതി. ഇന്നിപ്പോ അതും വേണ്ട. സർക്കാർ ചെലവില് 1 സെക്കൻഡ് മതി ചാരമാവാൻ. അച്ഛനത് വേണ്ടവർക്ക് കൊടുക്ക്. അത് നീ അല്ലല്ലോ തീരുമാനിക്കുന്നത്. നാളെ നിനക്കും ഒരവകാശി വന്നാൽ അതിനുള്ളതൊക്കെ എന്റെ തറവാട്ടിലുണ്ടല്ലോ പിള്ളച്ചേട്ടാ. ഞാൻ കൊടുത്തോളാം. അതെന്റെ ആവത്തില്ലല്ലോ സൗരേ. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് വീട് ഉൾപ്പെടെയുള്ള സ്ഥലം മതി. അല്ലാതെ എനിക്ക് ഇട്ടിട്ട് ഒരു കാര്യമില്ല. ചാരുമൂട്ടിലെ ആ സ്ഥലം കൂടെ നീ അങ്ങ് എടുത്തോ. കുറച്ച് വയലല്ലേ അത്, നീ എടുത്തോ. എനിക്കതൊന്നും അല്ല പ്രധാനം. എനിക്കതൊക്കെ തന്നിട്ട് വീടും സ്ഥലം രവിയേട്ടന് കൊടുക്കാനല്ലേ? അതൊന്നും പറ്റില്ല. അത് നീയാണോ തീരുമാനിക്കുന്നത്? ഇതേ എന്റെ വിയർപ്പിന്റെ കൂലിയ. അതെങ്ങനെ, ആർക്ക്, എപ്പ കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. തറവാട് വിറ്റ് ബിസിനസ് നടത്തി നിന്റെ മെടുക്ക് നീ തെളിയിക്കണ്ട. അങ്ങനെ വിറ്റ് തൊലയ്ക്കാനുള്ളതല്ല
ഈ സ്വത്തുക്കളെല്ലാം. പിന്നെ ഇതൊക്കെ എന്ത് ചെയ്യാൻ അച്ഛന്റെ പരിപാടി? രവിയേട്ട സ്വത്തൊക്കെ വിറ്റിട്ടല്ലേ സ്ഥാപനം തുടങ്ങിയത്. ഞാനൊന്നും പറഞ്ഞില്ലോ അന്ന്. അതിൽ എനിക്കില്ല അവകാശം. അതൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. എന്റെ കാര്യം വരുമ്പോ മാത്രം എന്താ അച്ഛൻ ഇങ്ങനെ പറയുന്നേ? പൊടിമോനെ, കണക്കുകൾ നീ അധികം പറയണ്ട. അങ്ങനെ കണക്ക് പറഞ്ഞാ ഒരുപാട് പറയേണ്ടി വരും. നിനക്ക് നിന്റെ ആവശ്യം നടക്കണം, അത്രയല്ലേ ഉള്ളൂ. ഇതാണ് അവന്റെ ആഗ്രഹമെങ്കിൽ അത് നടക്കില്ല രവി. കാലശേഷം വീതം വയ്ക്കും. അത് അർഹതയുള്ളവർക്ക് അർഹതപ്പെട്ട രീതിയിൽ ഭാഗം വെച്ചു കൊടുക്കും. കൊടുത്തിരിക്കും. അർഹതപ്പെട്ടവർ ഞങ്ങളല്ലേ? ഇനി ആരുള്ളത് വേറെ അർഹതപ്പെട്ടവരായിട്ട്? ആർക്ക് വേണ്ടി കാത്തിരിക്കുന്നേ? സൗദേ, ആ ശ്രുതിയെ ഇങ്ങ് വിളി. അതെന്തിനാ ഇപ്പൊ ശ്രുതിയെ വിളിക്കുന്നേ? വിളിക്കേ, പറയുന്നതനുസരിക്ക്. വരട്ടെ. അർഹതയുള്ളവർക്ക് അർഹതപ്പെട്ടത് കൊടുക്കും. കൊടുത്തിരിക്കും. കൊടുക്കും. വരട്ടെ. മോളെ, പിള്ളച്ചേട്ടൻ വിളിക്കുന്നു, ഒന്നങ്ങോട്ട് വന്നേ. ഞാനെന്തിനമ്മ അങ്ങോട്ട് വരുന്നേ? നിങ്ങളുടെ കുടുംബകാര്യത്തിനിടയ്ക്ക് എന്നെ എന്തിനാ വിളിക്കുന്നത്? മോളെ, അതൊന്നും എനിക്കറിയില്ല. മോളൊന്നു വാ. വാ, വന്ന് എന്താന്ന് ചോദിക്കേ. വരട്ടെ. അർഹതയുള്ളവർക്ക് അർഹതപ്പെട്ടത് കൊടുക്കും. കൊടുക്കും. അർഹതപ്പെട്ടവർക്ക് അർഹതപ്പെട്ടത് കൊടുക്കും. കൊടുക്കും. ആ, ഇനി ഞാൻ പറയുന്നത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. മാവേലിക്കരയിലെ 5.5 ഏക്കറിൽ വീടും 3 ഏക്കർ പുരയിടവും രവിയുടെ പേരിലും 2 ഏക്കർ സ്ഥലവും ചാരുമൂട്ടിലെ വയലും കൂടി പൊടിമോന്. അതുപോലെ തന്നെ ഇവിടുത്തെ വീടുൾപ്പെടുന്ന 1 ഏക്കർ സ്ഥലം പൊടിമോന്. ബാക്കിയുള്ള 1 ഏക്കർ രവിക്ക്. പിന്നെ മാന്നാറിൽ കേസിക്കിടക്കുന്ന സ്ഥലം അത് വിധിയാവുകയാണെങ്കിൽ ആ 2.5 ഏക്കറിൽ 1/2 ഏക്കർ പൊടിമോന് തരുന്നതാണ്. ബാക്കിയൊക്കെ വഴിയേ ചെയ്യും. ഇനി മാവേലിക്കരയിൽ എനിക്ക് വേണ്ടി മാറ്റിവെച്ച 1/2 ഏക്കർ സ്ഥലം 1/2 ഏക്കർ സ്ഥലം ദാ ഇവക്ക് കൊടുക്കാൻ ഞാനങ്ങ് തീരുമാനിച്ചു. അതെ, അതാ തീരുമാനം. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ആർക്കെങ്കിലും പറയാനുണ്ടോ? ഉണ്ടോ? ഉണ്ടോടാ രവി? ഉണ്ടോ പൊടിമോനെ? എന്തോന്നാ സുധിപേട്ട ഇത്? ഉണ്ട്. നമ്മുടെ സ്വത്തിൽ അവൾക്ക് എന്താ അവകാശം? എവിടുന്നോ വന്ന് പ്രസവിച്ചു കൊടുക്കാൻ നിൽക്കുന്നവൾക്ക് കോടികൾ വിലയുള്ള ഭൂമിയോ? ഇത് എവിടുത്തെ ന്യായ? നീ മിണ്ടരുത്. നിനക്ക് കോടികൾ വിലയുള്ള ഭൂമിയെ കണ്ണിൽപ്പെട്ടിട്ടുണ്ട്. അതിലും വിലയുള്ള മറ്റു പലതും നിനക്ക് വില തോന്നിക്കുകയില്ല. ചവിട്ടി എറിഞ്ഞിട്ടേ ഉള്ളൂ. അച്ഛാ, അവളുടെ കുഞ്ഞിനെ നമ്മൾ ലീഗലായിട്ട് ദത്തെടുക്കുമ്പോൾ ആ കുഞ്ഞിന് നിയമപരമായിട്ട് കൊടുക്കാനുള്ള സ്വത്ത് നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ. അതിന്റെ കൂടെ ഇതും കൂടെ കൊടുക്കാന്ന് വെച്ചാ നിനക്ക് കുഞ്ഞിനെ മാത്രം മതി. അതിന് നീ വഴി കണ്ടിട്ടുമുണ്ട്. പക്ഷേ ഇവളെങ്ങോട്ട് പോകും? പെറ്റ കുഞ്ഞിനെയും വാങ്ങി വെച്ചിട്ട് നീയും അവളും കൂടി ചേർന്ന് വണ്ടിക്കൂലിയും കൊടുത്തിട്ട് ചവിട്ടി ഇറക്കി വിടത്തില്ലേ ഈ പാവത്തിന്? അവളങ്ങനെ പോകേണ്ടവളല്ല. അങ്ങനെ പോകാനും പാടില്ല. ഇതെന്റെ തീരുമാനമാ.
എന്റെ മനസാക്ഷിയുടെ തീരുമാനം. അച്ഛാ അച്ഛാ, അച്ഛൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? എനിക്കൊന്നും വേണ്ട. എന്നെ നിങ്ങളൊക്കെ കൂടി ചേർന്ന് ഇങ്ങനെ ശിക്ഷിക്കരുത്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ പോയിക്കോളാം എങ്ങോട്ടെങ്കിലും. രവേട്ട, നിങ്ങളൊക്കെ ഒന്ന് അച്ഛനോട് പറ. എനിക്ക് നിങ്ങളുടെ ഒരു തരി സ്വത്തും വേണ്ട. എനിക്കൊന്നും വേണ്ട അച്ഛാ. മോളെ, നിനക്ക് അർഹതപ്പെട്ടതായതല്ല. അതൊരു വിൽപ്പത്രമായി ഞാൻ എഴുതി വെച്ചിരിക്കും. അച്ഛാ, ഈ തീരുമാനത്തെ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല, ഒരാൾക്കും. അച്ഛാ, തൃപ്തിയായല്ലോ, തൃപ്തിയായല്ലോ ഇപ്പൊ എല്ലാവർക്കും. എല്ലാം കണ്ണുകൊണ്ട് കണ്ടപ്പോ സമാധാനായില്ലേ? ഇത് തന്നെയാ ഞാൻ കരുതിയത്. ചുമ്മാതല്ല ഇപ്പോൾ അധികാരത്തോട് കയറി ഇവിടെ രാജകുമാരിയെ പോലെ അങ്ങോട്ട് കഴിഞ്ഞത്. രവേട്ട, എനിക്കൊന്നും വേണ്ട. ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. എനിക്ക് വേണ്ടി നിങ്ങൾ ആരും വഴക്കിടണ്ട. എന്നെ ഇത്രയും നാൾ ഇവിടെ നിർത്തിയതിനും സംരക്ഷിച്ചതിനും പകരമായി എന്ത് വേണമെങ്കിലും ഞാൻ തരാം. വാടകയോ എന്താന്ന് വെച്ചാ. പിന്നെ വാടക, ഇതൊക്കെ എല്ലാരും കൂടെ ചേർന്നുള്ള കളികളാ സുധീപേട്ട. അച്ഛനും ബാക്കി എല്ലാരും കൂടെ ചേർന്ന്. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ നിന്ന് അഭിനയിക്കുന്ന കണ്ടില്ലേ? ജയസുദേ, നാവിനെല്ലില്ലെന്ന് കരുതി എന്ത് വിളിച്ചു കൂവരുത്. ഞാൻ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞതാണോ? സത്യമല്ലേ ഞാൻ പറഞ്ഞത്? അല്ലെങ്കിൽ പിന്നെ പെറ്റുകൊടുക്കാൻ വന്ന ഒരുത്തിക്ക് ലോകത്തിൽ ആരെങ്കിലും സ്വത്ത് എഴുതി കൊടുക്കോ? മോളെ, ഇത് ഞങ്ങൾ തീരുമാനിച്ച കാര്യമല്ല, അച്ഛൻ തീരുമാനിച്ച കാര്യങ്ങളാ. പിന്നെ സുധീപേട്ട എന്താ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നേ? അതൊരു സുധീപേട്ട കൊണ്ട് അറിഞ്ഞോണ്ടാണ് ഈ കളികളൊക്കെ ഇവിടെ നടക്കുന്നത്. മോളെ, നീ ഇതൊന്നും വലിയ വഴക്കാക്കണ്ട. നമുക്ക് ആലോചിക്കാം. ശ്രുതി പറഞ്ഞില്ലേ അവൾക്കൊന്നും വേണ്ടാന്ന്. അവൾ എന്തിനാ അമ്മേ വേണ്ടാന്ന് വെക്കുന്നേ? കൊച്ചിനെ വിറ്റുകൊടുക്കുന്നതിന്റെ വിലയായിട്ടങ്ങ് മേടിച്ചതല്ലേ. ഇനി അടുത്തതാവുന്നത് വരെ അവൾക്ക് ജീവിക്കണ്ടേ? എന്നിട്ട് വേണം അടുത്ത കുടുംബത്തിലേക്ക് അങ്ങോട്ടേ വലിഞ്ഞു കയറി ചെല്ലേ. കുറച്ചുകൂടെ മാന്യമായിട്ട് സംസാരിക്ക്. ആരായാലും ചിലതൊക്കെ കേൾക്കുമ്പോഴേ തിരിച്ചു പറഞ്ഞു വരും. പറ ഏതാണെങ്കിലും ഞങ്ങളോട് ചെയ്ത പോലെ ആരോടും ചെയ്യരുത്. ഞാൻ ഇത് അങ്ങനെയൊന്നും വിടില്ല. ജയസുധ പറഞ്ഞ പോലെ ഇതിൽ എന്തോ കള്ളത്തരം ഉണ്ട്. പൊടിമോനെ, നീ ആരോട് എന്താ സംസാരിക്കുന്ന ഓർമ്മയുണ്ട്? എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ ആരോടാ സംസാരിക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞൊക്കെ ശരിയാ. ചുമ്മാ കളിക്കല്ലേ സബിതേച്ചി. എനിക്കറിയാം ഞാൻ ആരോടാ സംസാരിക്കുന്നതെന്ന്. എന്നെ ആരും പഠിപ്പിക്കൊന്നും വേണ്ട. നിങ്ങൾ എല്ലാരും കൂടി ഇങ്ങനെ തുടങ്ങല്ലേ മക്കളെ. എന്തൊരു ഗതികേടാ ഇത്. സൗദാമ്മയുടെ കാര്യം നോക്കിയാ മതി. ഇതിലൊന്നും കയറി ഇടപെടണ്ട. ഇന്നൊരു തീരുമാനം ഉണ്ടാവണം. സുധീപേട്ട എന്തോ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? ഇതിനൊരു തീരുമാനം ഉണ്ടാക്ക്. നിനക്ക് എന്ത് തീരുമാനം അറിയേണ്ടത്? പറ, എന്ത് തീരുമാനം അറിയേണ്ടതെന്ന്. സ്വന്തം മോനേക്കാളും വലുതാണോ വലിഞ്ഞു കയറി പ്രസവിക്കാൻ വന്നവളെന്ന് എനിക്കിന്ന് അറിഞ്ഞേ പറ്റൂ. അത് നീ അറിയേണ്ട കാര്യമില്ല. അതറിയാൻ നിനക്കെന്താ അവകാശം? അത് നിനക്കുമായിട്ട് എന്താ ബന്ധമുള്ളത്? നീ നിന്റെ കാര്യം മാത്രം നോക്കിയാ മതി. അവകാശത്തിന്റെ കാര്യമൊന്നും സബിതേച്ചി പറയണ്ട. സബിതേച്ചിക്കുള്ള അതേ അവകാശം തന്നെയാ ജയസുധയ്ക്ക് ഇവിടെ. പൊടിമോനെ ഒന്ന് നിർത്ത്. അപ്പോ എന്റെ അവകാശത്തെ കുറിച്ച് ഇവിടെ എല്ലാവർക്കും അറിയണം. ഞാൻ അറിയിച്ചു തരാം. എല്ലാവർക്കും ഞാൻ അറിയിച്ചു തരാം എനിക്കുള്ള അവകാശം. എനിക്കാണോ അതോ പേഴ്ചവൾക്കാണോ ഇവിടെ അവകാശം എന്നേ ഇന്ന് ഞാൻ അറിയിച്ചു തരുന്നുണ്ട് എല്ലാവർക്കും. എനിക്ക് ചോദിക്കാനും പറയാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. വരട്ടെ, ഇന്ന് കാണിച്ചു തരാം എല്ലാവർക്കും ഞാൻ. ഒന്ന് വന്നേ സുധീപേട്ട. എന്റെ അവകാശത്തെ പറ്റി അറിയണം എല്ലാവർക്കും. ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എടി, നിന്നെ ഞാൻ ഇവിടെ അധികം കാലം കെട്ടിലമ്മയായിട്ട് വാഴിക്കുന്നെന്ന് വിചാരിക്കണ്ട. ഇവിടെ കിടന്ന് പ്രസവിക്കാന്ന് കരുതണ്ട കേട്ടോ. കാണിച്ചു തരുന്നുണ്ട് ഞാൻ. വന്നേ ഇങ്ങോട്ട് സുധീപേട്ട.
സുദീപേട്ട, ഞാൻ പോവാ. ഞാൻ എന്തിനാ ഇനി ഇവിടെ നിൽക്കുന്നേ? എനിക്ക് വട്ടല്ലേ. കാണിച്ചു തരുന്നുണ്ട് ഞാൻ എല്ലാവർക്കും. ഒന്ന് വരുന്നുണ്ടോ വേഗം? മോളെ ജയസുദ ഒന്ന് പറയുന്നത് കേൾക്ക്. എനിക്ക് ആരുടെ ഉപദേശമൊന്നും വേണ്ട. എനിക്കറിയാം എന്താ വേണ്ടേന്ന്. കാണിച്ചു തരുന്നുണ്ട് ഞാൻ. പൊടിമോനെ ഒന്ന് പറയുന്നത് പിടിച്ചേ. കേക്ക് മോനെ. മോനെ കാണിച്ചു തരാടി ഞാൻ. സബി ലോകത്തെങ്ങാനും കേട്ടുകേൾവിയുള്ള കാര്യമാണോ ഇത്? ഒരു വീട്ടിൽ ഇതൊന്നും നടക്കാത്തതാ. എന്നിട്ടിപ്പോ അവരെന്ത് തീരുമാനിച്ചു അത് പറ. എന്ത് തീരുമാനിക്കാനാമേ? ആർക്കും വേണ്ടാത്ത കുറെ സ്ഥലം ഞങ്ങൾക്ക്. ചതുപ്പും വയലും കുറെ മൊട്ടത്തെങ്ങും. വീതിച്ചതൊന്നും തുല്യമായിട്ടല്ല. രവേട്ടന ഇപ്പൊ കൂടുതൽ സ്ഥലങ്ങളൊക്കെ, കണ്ണായ സ്ഥലങ്ങളൊക്കെ കൊടുത്തു. ഈ മാവേലിക്കരയിലെ സ്ഥലം ആർക്കാ കൊടുത്തത്? അതല്ലേ ഏറ്റവും വലിയ കഥ. 5 ഏക്കറിലെ 3 ഏക്കറും വീടും രവിയേട്ടന്, ബാക്കി 2 ഏക്കർ സുധീപേട്ടനും. അപ്പൊ 3 2 5 ഏക്കർ, ബാക്കി 1 ഏക്കറോ? അതാണല്ലോ ദത്തുപുത്രിക്ക് കൊടുക്കാൻ പിള്ളച്ചാച്ചൻ അങ്ങോട്ടേക്ക് തീരുമാനിച്ചത്. വീട്ടിൽ നിന്ന് പ്രസവിച്ച് കൊടുക്കുന്നതിന്റെ കൂലി. ഇതെല്ലാരും അങ്ങോട്ട് സമ്മതിച്ചോ? അതില്ലല്ലോ, അതല്ലേ കൂടുതൽ വഴക്കായത്. ഇതൊക്കെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണോ? അതും ഇത്രയും വിലയുള്ള സ്വത്ത്. അമ്മേ, ഞാൻ അതിനല്ലേ വഴക്കിട്ടത്. ഇത് ഒരു കാരണവശാലും ഞാൻ സമ്മതിക്കാൻ പോകുന്നില്ല, ഉറപ്പാ. ആ കിളവനെന്താ തലയ്ക്ക് സുഖമില്ലേ? അത് പിന്നെ പണ്ടേ ഇല്ലല്ലോ, ഇപ്പൊ കുറച്ച് കൂടിക്കാണും. പണ്ട് നിന്റെ കല്യാണം നടത്താതിരിക്കാനുള്ള ഭ്രാന്തായിരുന്നു. ഇപ്പോ എങ്ങനെയെങ്കിലും സ്വത്ത് കൊടുപ്പിക്കാതിരിക്കാനുള്ള ഭ്രാന്ത്. ഈ സുദീപ് ഇപ്പൊ ആരുടെ കൂടെയാ? നിന്റെ കൂടെയാണോ അതോ അവരുടെ അഭിപ്രായത്തിലാണോ? ഒരു കാര്യമില്ലമ്മേ, ഞാൻ അവിടെ കിടന്ന് കയറ് പൊട്ടിച്ചതുകൊണ്ടാ ഇത്രയെങ്കിലും നടന്നത്. ഇല്ലെങ്കിലേ അച്ഛൻ ചത്ത് കട്ടിലൊഴിയുന്നവരെ കാത്തിരിക്കേണ്ടി വന്നേനെ. അവനപ്പൊ ഈ സ്വത്തൊന്നും വേണ്ടേ? അതൊക്കെ വേണം, പക്ഷേ അതിന് ഞാൻ അവരുടെ മുമ്പിൽ ഭദ്രകാളിയാവണം. സുധീപേട്ടനെ എല്ലാവരുടെ മുമ്പിൽ എപ്പോഴും നല്ല പിള്ള ചമഞ്ഞങ്ങി ഇരിക്കും. സ്ട്രോങ് ആയിട്ട് എപ്പോഴെങ്കിലും നിക്കണ്ടേ അമ്മേ? ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാ? നീ അത് പറഞ്ഞു കൊടുക്ക്. എടി, കെട്ടിയ പുരുഷനെ കൂടെ നിർത്താനേ പെണ്ണിനൊരു മിടുക്ക് വേണം. അതില്ലാഞ്ഞിട്ടാണോ ഞാൻ ഇത്രയും കാര്യങ്ങൾ സാധിച്ചത്? അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാ. ഇടയ്ക്കിടയ്ക്ക് അവനോട് ഓരോന്ന് കുത്തി കുത്തി പറഞ്ഞു കൊടുക്കണം. ആർഭാടായിട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കണം. നിങ്ങളുടെ കാര്യങ്ങൾ നീ തന്നെ അവനെ ഓരോന്നും പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അമ്മേ, അതൊക്കെ എനിക്ക് അറിയാം, ഞാൻ ഏറ്റു. എന്നാലും ഈ സുധീപേട്ടൻ ആകെ ഒരു തണുത്ത മട്ട, ഒരു ജീവനില്ല ഒന്നിനും. ആ സിറിനെ പോലെയൊക്കെ സ്മാർട്ടായിരുന്നെങ്കിലേ നമ്മൾ എപ്പോഴേ കമ്പനി തുടങ്ങിയേനെ. ഇതിപ്പോഴും വീട്ടുകാരെന്ന് പറഞ്ഞ കിടന്നങ്ങ് മരിക്കും.